അല്ല, അവർക്ക് അങ്ങനെ എൽ ഡി എഫിനോടോ യു ഡി എഫിനോടോ ആരോടും പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും ആ ജയിക്കുന്ന പാർട്ടിയുമായിട്ട് പറ്റിക്കൂടി നിന്ന് പോലീസിൻ്റെ ഉപദ്രവം പരമാവധി കുറയ്ക്കുക, അല്ലെങ്കിൽ നിയമത്തിൻ്റെ സംരക്ഷണം പരമാവധി ഉറപ്പാക്കുക എന്നുള്ളതാണ്. അവർക്ക് എൽ ഡി എഫിനോടും സ്ഥായിയായ സ്നേഹമില്ല, കോൺഗ്രസിനോടുമില്ല, മുസ്ലിം ലീഗിനോടും ഒട്ടുമില്ല. ഇതാണ് സത്യം. അതേ സമയത്ത് അവർ ഓരോരുത്തരുടെ സഹകാരികളായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ കഴിവുകൊണ്ടാണ് നിങ്ങൾ ജയിച്ചത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടം ജയിച്ചു എന്ന റിസൾട്ട് വന്നതിന് ശേഷമാണ് കോൺഗ്രസ്സുകാർ ആഹ്ലാദ പ്രകടനം തുടങ്ങിയത്. പക്ഷേ അതിനു മുമ്പ് തന്നെ പാലക്കാട്ട് എസ് ഡി പി ഐയുടെ പ്രകടനം നടന്നു കഴിഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്. അപ്പോൾ അതാണ് അവരുടെ രീതി. അപ്പോൾ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എസ് ഡി പി ഐയുടെ പുറകെ പോകുന്നത് അത് കൂർക്കൻ മറ്റേ ആടിൻ്റെ പുറകെ നടന്ന പോലെ നടന്ന് കാല് കഴിക്കുന്നതല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതുപോലെ തന്നെ CPI എന്നും നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ്. പക്ഷേ ഇവിടെ ബിനോയ് വിശ്വം ആദ്യം പറഞ്ഞു മതഭ്രാന്തന്മാരുടെ വോട്ട് വേണ്ട എന്ന്. പക്ഷേ അദ്ദേഹം അത് തിരുത്തി. BJPക്ക് എതിരായി വോട്ട് ചെയ്യുന്നവർ ആര് വോട്ട് ചെയ്യാനും ഞങ്ങൾ സ്വീകരിക്കുമെന്നും അദ്ദേഹവും തിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരത്തിലുള്ള സംഘടനകളുടെ വോട്ട് സ്വീകരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു BJPയെ അവരെല്ലാം തന്നെ പൊതു ശത്രുവായി കണ്ട് ജയിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. ഒരു പാർട്ടിക്ക് ഇവരുടെ യാതൊരു തൊട്ടുകൂടായ്മയില്ല. ലീഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ കൈവെട്ടിനെ തുറന്ന് കുറച്ച് കാലത്തേക്ക് അവരെ മാറ്റി നിർത്തി. അത് കഴിഞ്ഞ് ഇപ്പോൾ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് ലീഗിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ, കുഞ്ഞാലിക്കുട്ടി അടക്കം, ആ തലയിൽ മുട്ടിട്ട് പോയി SDPIക്കാരുമായിട്ട് ചർച്ച ചെയ്തു. പിന്നെ അവരുടെ പിന്തുണ സ്വീകരിക്കേണ്ടതായിട്ട് വന്നില്ല. കാരണം അപ്പോഴത്തേക്ക് രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായിട്ട് വരികയും ഇവർക്ക് മറ്റു തരത്തിൽ വലിയ ബൂസ്റ്റ് ഉണ്ടാവുകയും ചെയ്തു. അതാണ് ഓരോ സന്ദർഭത്തിൽ ചെയ്യുന്നത്. അത് ഈ കഴിഞ്ഞ പഞ്ചായത്ത്, ഇപ്പോഴത്തെ അല്ല, കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ ആരായിരുന്നു ചെയർമാൻ, ആരായിരുന്നു വൈസ് ചെയർപേഴ്സൺ? അവിടെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ പിന്തുണ കൊണ്ടാണ് CPMന് ചെയർമാൻ സ്ഥാനം കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കളികൾ ഓരോ സ്ഥലത്ത് നടക്കുന്നുണ്ട്. വർഗീയത തുലയട്ടെ എന്നൊക്കെ പറയുമെങ്കിലും അതിൽ എഴുതി നോക്കിയൊക്കെ ചെയ്യുമെങ്കിലും വർഗീയത തുലഞ്ഞാലും തുലഞ്ഞില്ലെങ്കിലും ഇവർക്ക് 10 വോട്ട് കിട്ടണമെന്നാണ് താല്പര്യം. CPM ആണെങ്കിലും അതെ, ഏത് പാർട്ടിയാണെങ്കിലും ശരിയാണ്. അപ്പോൾ ഈ നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ നമ്മളെ പേടിപ്പെടുത്തുന്ന വശം. തീർച്ചയായിട്ടും ഇത് ഒരു പേടിപ്പെടുത്തുന്ന വസ്തുതയായി തന്നെ നിലനിൽക്കുകയാണ് എന്നുള്ളതാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് പാർട്ടികൾ പോകുന്നു. ഇപ്പോൾ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു തുടർഭരണം കിട്ടില്ലയോ എന്ന് സംശയം തോന്നുന്ന കുറേയേറെ സർവേ ഫലങ്ങൾ പുറത്തേക്ക് വരികയാണ്. നേരിയ വ്യത്യാസത്തിൽ UDF ജയിക്കും, ജമാഅത്തെ ഇസ്ലാമി അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു, എങ്കിൽ പിന്നെ ഞങ്ങൾക്കും ഇരിക്കട്ടെ ഒരാളുടെ പിന്തുണ, SDPI മുസ്ലിം വിഭാഗത്തിൻ്റെ നല്ലൊരു ശതമാനം വോട്ട് ഞങ്ങളിലേക്കും വരട്ടെ എന്ന് LDF തീരുമാനിച്ച് കാണും. അങ്ങനെയാണ് ഇപ്പോൾ ഒരു വിലയിരുത്തൽ വരുന്നത്. അത് തികച്ച തെറ്റാണ്. ചിലപ്പോൾ അവരങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ. പക്ഷേ ഇതിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, SDPI പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് വെച്ചാൽ അവർ വോട്ട് ചെയ്യും എന്നീ പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. മനസ്സിലായില്ലേ? പിന്തുണ പ്രഖ്യാപിക്കും, പിന്തുണ വായുകൊണ്ട് പ്രഖ്യാപിക്കാൻ ആർക്കാ പാടില്ലത്. പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ അവരുടെ സമുദായ താല്പര്യവും അവർക്ക് വ്യക്തിപരമായ താല്പര്യവും മുൻനിർത്തി തന്നെ ചെയ്യുള്ളൂ. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കോൺഗ്രസിനെ ജയിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന, അവരാഗ്രഹിക്കുന്ന സീറ്റുകൾ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ജയം അനിവാര്യമാണ് എന്ന് കരുതുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അവർക്ക് താല്പര്യമുള്ള ആളാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് വോട്ട് ചെയ്യും. അതുപോലൊരു സാഹചര്യത്തിൽ ലീഗിന് വോട്ട് ചെയ്യും. ഇനി UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അവർക്ക് താല്പര്യമുള്ള ഒരാൾ അവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ CPMൻ്റെ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് അവർ വോട്ട് ചെയ്യും. അതുകൊണ്ട് പിന്തുണ പ്രഖ്യാപിക്കൽ വോട്ട് ചെയ്യൽ തമ്മിൽ ഒരു ബന്ധമില്ല. ഒന്ന്, അതാണ് ഒന്നാമത്തെ അബദ്ധം. രണ്ടാമത്, SDPIയുടെ പിന്തുണ പ്രഖ്യാപിച്ചാൽ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതത്തിൽ അതെ, അന്യതാ LDFന് വോട്ട് ചെയ്യുന്ന ആളുകൾ, LDFന് വോട്ട് ചെയ്ത് ശീലമായി പോയ ആളുകൾ, അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് അത് ഒരു ജീവിത രീതിയായി പോയ ആളുകളുണ്ട്. അവർ ഈ സഖ്യത്തെ, ഈ അവിശുദ്ധ സഖ്യത്തെ ഏത് രീതിയിലായിരിക്കും വിലയിരുത്തുക? ആലോചിച്ച് നോക്കിയിട്ടു. അതെ, അപ്പോൾ പണ്ട് അബ്ദുൽ നാസർ മദനിയുമായിട്ട് കൂട്ടുചേർന്നപ്പോൾ അതേ അവസരയ്ക്ക് ഇപ്പോൾ എത്തുക. അബ്ദുൽ നാസർ മദനി 1 വോട്ട് കൊണ്ടുവന്നപ്പോൾ 9 വോട്ട് പുള്ളി കൊണ്ടുപോയി. അതേ അപകടമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. SDPIയുടെ പിന്തുണയുള്ള മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥികൾക്ക് ആത്മാർത്ഥ മാർക്സിസ്റ്റുകാർ ആരെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റുമോ? SDPI എന്ന് പറഞ്ഞാൽ എന്താണ്?
ആ സംഘടനയുടെ പിന്തുണ സ്വീകരിച്ച് മത്സരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് LDF എങ്ങനെ എത്തി? അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? അപ്പോൾ അതിന് യാതൊരു വിശദീകരണം നൽകാതെ ഈ തീവ്രവാദ സംഘടനയുടെ, തീവ്രവാദം എന്ന് പറഞ്ഞാൽ പോരാ, അങ്ങേറ്റത് ഗുണ്ടായുസം ഒരു രീതിയാക്കി, ജീവിത രീതിയാക്കി മാറ്റിയ സംഘടനയുടെ വോട്ട് സ്വീകരിക്കാമോ എന്ന ചോദ്യമാണ്. അതിന് തൃപ്തികരമായൊരു ഉത്തരം ഇതുവരെ CPM-ൻ്റെ ഒരു നേതാവും തന്നിട്ടില്ല. ഇനി തരികയുമില്ല, അവർക്ക് തരാൻ പറ്റുകയുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അസംബന്ധ നാടകമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.